ഹലോ എവരിവൺ, എല്ലാവർക്കും യുബോട്സ് ദി അൾട്ടിമേറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡൽഹി പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എക്സിക്യൂട്ടീവ് കോൺസ്റ്റബിൾ പോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പറയാവുന്നത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ്. അത് 10th പ്ലസ് 2 പാസ്സായ ആർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആയിരുന്നെങ്കിൽ ഇതിന് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ് വരുന്നത്, അതേപോലെ തന്നെ എത്രയാണ് ഏജ് ലിമിറ്റ് വരുന്നത്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ മൊത്തം ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ വിളിച്ചിരുന്നത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ലൈക്ക് നമ്മുടെ BSF, CAPF, അങ്ങനെ കുറേ ഫോഴ്സുകൾ നമുക്കുണ്ട്. നമ്മുടെ CAS പോലെയൊക്കെ SI പോസ്റ്റിലേക്ക്, അതായത് വളരെ പവർഫുൾ ആയിട്ടൊരു ഫോഴ്സാണ്. നമുക്കറിയാം CAPFിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സെൻട്രൽ ആംഡ് പ്രൊട്ടക്ഷൻ ഫോഴ്സസ്. ഓക്കെ, അതിലേക്കാണ് എന്ത് വരുന്നത്, ഈ വേക്കൻസികളെല്ലാം വരുന്നത്. അതും അത്യാവശ്യം നല്ല വേക്കൻസികളുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ള എല്ലാ യോഗ്യതയുള്ള എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം മക്കളെ. എടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം വേക്കൻസികൾ വരുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് കുറേ വേക്കൻസികൾ ഈ മാസം വന്നിട്ടുണ്ട്. പക്ഷേ പല കുട്ടികൾക്കും സെൻട്രൽ ഗവൺമെൻറ് അല്ലേ ഇത് ഭയങ്കര ടഫ് ആവുമെന്ന് കരുതിയിട്ട് ആ ഒരു മുൻധാരണയോട് കൂടി അപ്ലൈ ചെയ്യാതെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇതുപോലെയുള്ള വീഡിയോകൾ, നമ്മുടെ വീഡിയോസ് മാത്രമല്ല ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ, ബാക്കിയുള്ള ഒരാളെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു വീഡിയോ ആണ് ഇതൊക്കെ. അത് നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും കൂടി വേണം. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് 21/10/2025 ആണ്. അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും ഇറങ്ങുന്ന വിശദ വിവരങ്ങൾ ഇറങ്ങിയ ഡാറ്റ നമ്മുടെ വെബ്സൈറ്റിൽ ubots.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാവുന്നതാണ്. ലിങ്ക് താഴെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ആദ്യം നോക്കാം. ഡേറ്റ്സ് ഫോർ സബ്മിഷൻ ആണ് നോക്കുന്നത്. 26/9/2025 തൊട്ടിട്ട് 16/10/2025 വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. ഓക്കെ, 16/10/2025 എന്ത് വന്നത്, ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കേട്ടോ. അതായത് അടുത്ത മാസം ഒക്ടോബർ 10-ാം തീയതിയോട് 16-ാം തീയതിയോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. പിന്നെ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോട് കൂടി പോയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റിൻ്റെ എക്സാം ഓൺലൈൻ പിന്നെ നമുക്കറിയാം നമ്മുടെ ഇന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നാളെയും കൂടി ഫീസ് അടയ്ക്കാൻ, അതായത് അപേക്ഷിക്കാനല്ല ഫീസ് അടയ്ക്കാനുള്ളൊരു ടൈം കിട്ടും അല്ലേ. അത് വരുന്നത് 17/10 കൂടി ഓർക്കാം. ഓക്കെ, ഇനി നമുക്ക് അറിയാം തെറ്റുകൾ സംഭവിക്കില്ല നമുക്കറിയാം. എന്നാലും ബൈ മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള ഡേറ്റുകളാണ് 24/10 മുതൽ 26/10 വരെ. ഓക്കെ, ഇങ്ങനത്തെ ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുപോലത്തെ അപ്ഡേറ്റ്സ് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആൻഡ് വാട്സപ്പ് ചാനലുകൾ ഫോളോ ചെയ്ത് വെക്കുക. അവിടെ നമ്മളെല്ലാം മൈന്യൂട്ട് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. വോയിസ് ആയിട്ടൊക്കെ എല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം കുറേ കുഞ്ഞു വീഡിയോസ് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളവിടെ വോയിസ് ആയിട്ടും അതേപോലെ തന്നെ വരുന്ന കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ അതിൽ ജോയിൻ ചെയ്യാതിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കാൻ പോകുന്നത് നവംബർ or ഡിസംബറിലായിരിക്കും കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് കഴിഞ്ഞ വർഷത്തെ എക്സാംസ് കുറേ റിസൾട്ട് പോലും വന്നിട്ടില്ല എന്ന് നോക്കണം. അതിന് മുമ്പേ കുറേ എക്സാംസ് നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ വർഷവും എത്രത്തോളം വേക്കൻസികൾ വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നോക്കണം, സബ് ഇൻസ്പെക്ടർ ഇൻ GD CAPF നമുക്കല്ല സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് അല്ലേ. ഇതിലേക്ക് ദ പോസ്റ്റ് കാരീസ് പേ സ്കെയിൽ ഓഫ് ലെവൽ 6 പേ സ്കെയിലാണ് നൽകുന്നത്. അതായത് 35,400 മുതൽ 1,12,400 വരെ നിങ്ങൾക്ക് ഇവിടെ പേ സ്കെയിൽ ഉണ്ട്. അതായത് നിങ്ങൾ ശമ്പളത്തിൻ്റെ സ്കെയിലാണെന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇസ് ക്ലാസിഫൈഡ് ആസ് ഗ്രൂപ്പ് B നോൺ ഗസ്റ്റഡ് നോൺ മിനിസ്ട്രിയൽ. ഇനിയിപ്പോൾ ഗ്രൂപ്പ് B ആണെങ്കിൽ ചില കേസുകളിൽ ഇവർക്ക് നല്ല പ്രൊമോഷൻ കാര്യങ്ങൾ കിട്ടി ഗ്രൂപ്പ് Bയിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ ലക്ഷങ്ങളായിരിക്കും സാലറി വരും മക്കളെ. ഇനി സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേ സാലറി തന്നെയാണ്. ഗ്രൂപ്പ് ലെവൽ 6 പേ സ്കെയിൽ വരുന്നത്. 35,400 മുതൽ 1,12,400 വരെ. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ആഡ് ഓൺ ബെനിഫിറ്റ്സുകൾ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ DA ഉണ്ടാവും, അതേപോലെ തന്നെ ട്രാവൽ അലവൻസസ്, അങ്ങനെ നിങ്ങളുടെ റെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ആഡ് ഓൺ ആവുന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇതെന്ന് പറഞ്ഞാൽ സാലറി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കേരള ഗവൺമെൻറ് PSC എക്സാംസുകൾ വിട്ടിട്ട് മാക്സിമം സെൻട്രൽ ഗവൺമെൻറ് എക്സാംസുകൾ പിടിക്കാൻ നോക്കുക കേട്ടോ. ഇനി ഇവിടെ വേക്കൻസികൾ നമുക്ക് നോക്കാം. സബ് ഇൻസ്പെക്ടർ പോലീസിൻ ഡൽഹി പോലീസിൽ വരുന്ന മൊത്തം 142 വേക്കൻസികളാണ് മക്കളെ. അതായത് അൺറിസർവ്ഡിന് 50 വേക്കൻസിയാണ് വരുന്നത്. OBC 27, SC 15, ST 8, EWS 14, അങ്ങനെ 114 വേക്കൻസികൾ. പിന്നെ ഇവിടെ ഇപ്പോൾ പെൺകുട്ടികൾക്കും എന്ത് വരുന്നുണ്ട് മക്കളെ,
വേക്കൻസികൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഫീമെയിൽസിൻ്റെ പ്രസൻസ് ആർമിയിലും സെൻട്രൽ ഫോഴ്സുകളിലും കൂടുതലാക്കണം എന്ന് പറഞ്ഞിട്ട് ഫീമെയിൽസിനും സ്പെഷ്യലായിട്ട് തന്നെ വേക്കൻസീസ് കൂടുതൽ വരുന്നുണ്ട്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സ് അതൊക്കെ സർവീസ്മാൻ ഒക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ഫീമെയിൽസ് നോക്കണം, ഏകദേശം ടോട്ടൽ വേക്കൻസീസ് 70 വരുന്നത് കേട്ടോ. അപ്പോൾ 142 വേക്കൻസീസ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് 70 വേക്കൻസീസുമാണ് അവിടെ വരുന്നത്. ഇനി CAPF ആണെങ്കിൽ നോക്കുക, മൊത്തം വരുന്നത് മെയിൽസ് ആൻഡ് ഫീമെയിൽസിന് 210 വേക്കൻസികൾ വരുന്നുണ്ട്. മെയിൽസിന് 2651 വേക്കൻസീസാണ് ടോട്ടൽ വരുന്നത്. അവിടെ CRPFന് എത്ര ഉണ്ടാ 1006 വേക്കൻസികളുണ്ട് മെയിലിന് കേട്ടോ, എല്ലാം കൂടെ കൂട്ടിയിട്ടാണ്. ഇനി BSFന് 212 വേക്കൻസികളുണ്ട്. ITBPക്ക് 198 വേക്കൻസികളുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഏതായിരുന്നു CISFന് ആൺകുട്ടികൾക്ക് 1164 വേക്കൻസികളുണ്ട്. SSB 71 വേക്കൻസികളുണ്ട്. പെൺകുട്ടികൾക്കും അവിടെ 23, അതേപോലെ തന്നെ 11, 35, 130, 11. പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് CISFലാണ്. CISF എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ എയർപോർട്ടിലൊക്കെ സെക്യൂരിറ്റി, പ്രൈവറ്റ് ഇൻഡസ്ട്രിയിലും മറ്റും സെക്യൂരിറ്റി ആയിട്ടൊക്കെ നിൽക്കല്ലേ, അതാണ് ഈ CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഫുൾ നെയിം വരുന്നത്. അപ്പോൾ മൊത്തം 2861 വേക്കൻസികളുണ്ട്. മക്കളെ വെറുതെ കളയരുത്, ജസ്റ്റ് ഒന്ന് പോയിട്ട് അറ്റൻഡ് ചെയ്യുമെങ്കിലും ചെയ്യുക എക്സാംസ്. ഞാൻ വീണ്ടും പറയുന്ന കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യണം, നമുക്കിത് നേടാൻ പറ്റണം കേട്ടോ. ഇനി അടുത്ത് നോക്കണം, നാഷണാലിറ്റി ആൻഡ് ഏജ് ലിമിറ്റ് ഫോർ SSC CPO. ആദ്യം നാഷണാലിറ്റി വരുന്നത് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺസിന് ഓർ സബ്ജക്ട് ഓഫ് നേപ്പാൾ, ഭൂട്ടാൻ വിത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/8/2025 20 മുതൽ 25 വയസ്സ് വരെയാണ്. ഓക്കെ, 20 വയസ്സെന്ന് പറയാം, ഇതിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 അല്ല, ഡിഗ്രിയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനി ഡിഗ്രി ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇവിടെ കയറാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്ലൈ ഡിഗ്രി ഒക്കെ ജസ്റ്റ് പാസ്സാണെങ്കിലും കുഴപ്പമില്ല മക്കളെ. ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ NIA, അതേപോലെ CBI, അതുപോലെ ഇങ്ങനത്തെ എക്സാംസ്, ഡൽഹി പോലീസിൻ്റെ ഈ എക്സാംസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക കേട്ടോ. കേരള പോലീസിൻ്റെ SI ടെസ്റ്റിനേക്കാൾ എത്രയോ മടങ്ങ് പവർഫുള്ളാണ് മക്കളെ സെൻട്രൽ ഗവൺമെൻറ് SI പോസ്റ്റ് എന്ന് പറയുന്നത്. അതും ആർമി GDക്കും അതേപോലെ SSC GDക്കും ഒക്കെ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണെങ്കിൽ അതിനെ അപേക്ഷിച്ച് ഇവിടെ കോമ്പറ്റീഷൻ കുറച്ച് കുറവാണെന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. ഡിഗ്രി ഒക്കെ ഉള്ള ആൾക്കാർക്കും അതേപോലെ ഭയങ്കര ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് ഇതിനു വേണ്ടി ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ. അപ്പോൾ നിങ്ങൾ അവിടെ മാക്സിമം ശ്രദ്ധിക്കണം. ഇനി OBC SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടി പറയാം, 2/8/2000 മുതൽ 1/8/2005 ഉള്ളിലുള്ള ആൾക്കാർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുക, ബോൺ ബിറ്റ്വീൻ കേട്ടോ. ഇനി OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ റിലാക്സേഷനാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി OBC ആണെങ്കിൽ 3 വർഷം, എക്സ് സർവീസ്മാനൊക്കെ ഞാൻ പറയുന്നില്ല, 3 വർഷമാണ് ഉണ്ടാവുക. ഓക്കെ, വിഡോസ് ഓർ ഡിവോഴ്സ്ഡ് വുമന് അപ് ടു 35 വയസ്സാണ്. SC ST ആണെങ്കിൽ 40 വർഷം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നോക്കാം കേട്ടോ. ഇനി സർട്ടിഫിക്കേഷൻ ഫോർമാറ്റ്സ് നോക്കാം നമുക്ക്. ഓക്കെ, OBC സർട്ടിഫിക്കറ്റ്സ് അവിടെ ആവശ്യമാണ്. OBC ആണ് നിങ്ങൾ തെളിയിക്കുന്ന GNCTD ഇഷ്യൂഡ് OBC സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റ് ബൈ ഡൽഹി പോലീസ് SI എന്തിനാ. ഇനി ട്രീറ്റഡ് ആസ് അൺറിസർവ്ഡ് ഓർ EWS ഫോർ അതർ പോസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കും, അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിയിൽ കയറ്റി കേട്ടോ. സോ OBC സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പിന്നെ സബ്മിഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ക്ലെയിമിംഗ് റിസർവേഷൻ ഏജ് റിലാക്സേഷൻ മസ്റ്റ് സബ്മിറ്റ് ഫ്രം കോമ്പറ്റന്റ് അതോറിറ്റി ഈസ് പ്രിസ്ക്രൈബ്ഡ് റിക്വസ്റ്റഡ്. അതായത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സബ്മിഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ മാക്സിമം കയറ്റിയിടുക. ഓക്കെ, അതും അവർ പറയുന്ന ഈ നോട്ടിഫിക്കേഷന് താഴെ തന്നെ ഈ റിസർവ് ഇതിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവും, അത് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. OBC കാൻഡിഡേറ്റ്സ് മസ്റ്റ് നോട്ട് ബിലോങ് ക്രിമിലെയർ ഓർ ക്രൂഷ്യൽ ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഇത് നിങ്ങൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ക്രിമിലെയറും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. OBC സർട്ടിഫിക്കറ്റ് റിമെയിൻ പ്രൊവിഷണൽ സബ്ജക്ട് ഫോർ വെരിഫിക്കേഷൻ. ഓക്കെ, ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് കിട്ടും, അത് അപ്ലോഡ് ചെയ്താൽ മതി. EWS ആണെങ്കിൽ വാലിഡ് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്സ് കാണിക്കുക കേട്ടോ, എക്കണോമിക്കലി വീക്ക് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വാലന്റ് റിക്വയർഡ് ഫോർ ഓൾ പോസ്റ്റസ്. ഡിസ്റ്റൻസ് ആൻഡ് റെഗുലർ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് ഇവിടെ കാണാൻ പറ്റും. കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ ദ ഫൈനൽ എക്സാം ക്യാൻ അപ്ലൈ. അതായത് ഈ വർഷം അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്കും ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളും ഇത് അപ്ലൈ ചെയ്യാം മാക്സിമം കേട്ടോ. മസ്റ്റ് ക്വാളിഫിക്കേഷൻ ക്ലോസിംഗ് ഡേ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് പോയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഈ വർഷം അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് എഴുതിയാൻ പറ്റും. ക്ലോസിംഗ് ഡേറ്റോട് കൂടി നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവണം, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പോയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ഡിഗ്രീസ് റെക്കഗ്നൈസ്ഡ് ഇഫ് അപ്രൂവ്ഡ് ബൈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ. UGCയുടെ അണ്ടറിൽ വരുന്ന ഏതൊരു
ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻ്ററിൽ പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇത് എഴുതാവുന്നതാണ് കേട്ടോ. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, നഴ്സിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ, ഫിസിയോതെറാപ്പി എക്സെട്ര നോട്ട് അലൗഡ് വിയ ഡിസ്റ്റൻസ് എക്സെപ്റ്റ് ബിടെക് ഫ്രം ഇഗ്നു. ഓക്കെ, ഇതാണ് ഇവിടെ പറ്റാത്തത്. നോട്ട് അലൗഡ് വിയ ഡിസ്റ്റൻസ് ലേണിംഗ് എക്സെപ്റ്റ് ബിടെക് ഫ്രം ഇഗ്നു. ഇത് ഇഗ്നു എടുത്താണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്താണ് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ, എഞ്ചിനീയറിംഗും മെഡിസിനും ഫാർമസിയും ഒക്കെ. ഇനി മെയിൽ കാൻഡിഡേറ്റ്സ് അപ്ലൈങ് ഫോർ സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസ് മസ്റ്റ് ഹാവ് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ LMB. അതാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് കാര്യം. എല്ലാവർക്കും ഒന്നും പറ്റൂല. അപ്പോൾ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക, മാക്സിമം പോകാന്ന് പറഞ്ഞാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണം ആൺകുട്ടികൾക്ക് കേട്ടോ. ഇതൊക്കെ നമ്മളെ ഈ ചാനൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ടാണ്. ഇത്രയും ഡീപ്പായിട്ട് വേറെ ചാനലുകൾ പറയുന്നുണ്ടോ വെച്ചാൽ എനിക്കറിയില്ല മക്കളെ കേട്ടോ. ഇനി സ്പോർട്സ് സർട്ടിഫിക്കറ്റ്സ് ക്യാൻ ബി മെൻഷൻഡ് ബട്ട് ഫെച്ച് നോ എക്സ്ട്രാ മാർക്സ് ഫോർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പോർട്സ് സർട്ടിഫിക്കറ്റ്സ് അതിൽ ഫെച്ച് ചെയ്യാം, പക്ഷേ അതിന് എക്സ്ട്രാ മാർക്കുകളൊന്നും കിട്ടത്തില്ല. പിന്നെ ഒറിജിനൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് റിക്വയർഡ് അറ്റ് ലേറ്റർ സ്റ്റേജസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് മാക്സിമം കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് വെരിഫിക്കേഷന് പോകുന്ന സമയത്തേക്ക് മതി കേട്ടോ. ഇപ്പോൾ വേണ്ട, എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വേണ്ട. ഇനി കംപ്ലീറ്റ് വൺ ടൈം, ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട്, OTR, അത് രജിസ്റ്റർ ചെയ്യണം. അതേപോലെ തന്നെ ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം MySSC എന്ന് പറയുന്നൊരു മൊബൈൽ ആപ്പ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി അവിടെ ഒരു ഫോട്ടോ റിയൽ ടൈമിൽ ക്യാപ്ചർ ചെയ്യേണ്ട മക്കളെ മെയിൽ ID നിങ്ങൾ ഓർത്തുക. മെയിൽ ID മൊബൈൽ നമ്പർ പ്രോപ്പറായിട്ട് കൊടുക്കുക. ആ പാസ്വേഡും കാര്യങ്ങളും നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കണം കേട്ടല്ലോ. ഇനി അതേപോലെ തന്നെ അപ്ലോഡ് ഓർ സ്കാൻഡ് സിഗ്നേച്ചർ JPEG ഫോർമാറ്റിൽ 10 മുതൽ 20 KB വരുന്ന 6x2 സെൻറ്റിമീറ്ററിലെ സിഗ്നേച്ചർ നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് എടുത്ത് വെച്ചോളൂ. അത് എല്ലായിടത്തിനും ആവശ്യം വരുന്നതാണ് കേട്ടോ. പിന്നെ ഒക്ടോബർ 16 മുമ്പായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. നിങ്ങൾ മാക്സിമം പ്രോപ്പറായിട്ട് തന്നെ എന്ത് ചെയ്യണം, അത് ഇത്രയോ ചെക്ക് ചെയ്യണം, ശരിക്കും ചെക്ക് ചെയ്യണം അത്രോ. ഇനി ഫീസ് വരുന്നത് 100 രൂപയാണ്. ജനറൽ OBC EWS കാറ്റഗറിക്കാണ് 100 രൂപ വരുന്നത്. SC STക്കും പെൺകുട്ടികൾക്കും ഫീസൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. എക്സ് സർവീസ്മാൻ ഒന്നും ഫീസ് ഉണ്ടാവില്ല. ഓൺലൈനിലാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത് കേട്ടോ. ഇനി CPOയുടെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ കറക്ഷൻ ഡേറ്റ് വരുന്നത് 24 മുതൽ 26 വരെയാണ്. ആൻഡ് ഈ എക്സാമിന് വളരെ ഇമ്പോർട്ടൻറ്റ് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. അത് പറയാം. ഓക്കെ, ഫസ്റ്റ് കറക്ഷൻ എന്ന് പറയുന്നത് 200 രൂപയാണ് ആദ്യം നിങ്ങൾ കറക്ഷൻ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്. ഇനി സെക്കൻഡ് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ 500 രൂപയാണ് കൊടുക്കേണ്ടത്. അതായത് 200 രൂപയല്ല ഓരോ കറക്ഷനും പണ്ടത്തെ പോലെ മറ്റേതൊന്നും ചെയ്യുന്ന പോലെയല്ല. ഇവിടെ കറക്ഷന് നിങ്ങൾ പൈസ പേ ചെയ്യണം, ഫൈൻ അടയ്ക്കണം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ തെറ്റുകൾ മാക്സിമം തിരുത്താൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് വരുന്നത് CPOയുടെ എക്സാം സെൻറ്റേഴ്സ് ആണ് മക്കളെ. നമുക്ക് എക്സാം സെൻറ്റേഴ്സ് വരുന്നത് കേരള ആൻഡ് കർണാടക റീജിയനിൽ നമുക്ക് വരുന്നത്, നമുക്ക് കേരളത്തിൽ വരുന്നത് കൊച്ചിയുണ്ട്, തിരുവനന്തപുരം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കൊച്ചി, ബാംഗ്ലൂർ, മൈസൂരാണുള്ളത്. അതായത് തൊട്ടടുത്ത് എന്ന് പറയാൻ വേണ്ടി. പിന്നെ തമിഴ്നാടിന് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, സൗതേൺ റീജിയൻ അവിടെ, യെസ്, ചെന്നൈയിലുണ്ട്. പിന്നെ ഹൈദരാബാദ്, വിജയവാഡയൊക്കെ ഉള്ളത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കൊച്ചിയും സെക്കൻഡ് ഓപ്ഷൻ തിരുവനന്തപുരം മാക്സിമം കൊടുക്കുക. മൈസൂരും ബാംഗ്ലൂരും കൊടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ പോയിട്ട് എഴുതേണ്ടി വരും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് ആദ്യം നേരത്തെ കയറി അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ വർഷത്തെ CPOയുടെ എക്സാംസിന് വളരെ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റിനും നിങ്ങൾക്ക് കിട്ടിയിരുന്നത് 2 hours ആണെങ്കിൽ ഈ വർഷം ഒരു സബ്ജക്റ്റിന് 30 minutes മാത്രമേ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഈ എക്സാം ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആവും. അതായത് നിങ്ങൾ ചിലപ്പോൾ മാത്സ് കുറേ ടൈം എടുത്ത് ചെയ്യേണ്ട ആൾക്കാർക്ക് ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GK കുറേ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അടുത്തതിൽ 30 minute അതിൻ്റെ ടൈം എക്സ്ട്രാ കിട്ടും. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം എന്താ ചെയ്യുന്നത്, 30 minutes മാത്സിന് കിട്ടും, 30 minutes ഇംഗ്ലീഷിന് കിട്ടും, 30 minutes GSന് കിട്ടും. അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോന്നിനും നിങ്ങൾ ആ സഫീഷ്യൻ ടൈം എടുത്ത് ചെയ്ത് തന്നെ പഠിക്കണം. അവിടെയാണ് മോക്ക് ടെസ്റ്റിന് ഇമ്പോർട്ടൻറ്റ് വരുന്നത്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് വെറും 199 രൂപയ്ക്ക് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ തരാം. എന്നിട്ട് അതിൻ്റെ PYQ അനാലിസിസും നമുക്ക് നടത്താം. നമ്മൾ ക്ലാസ്സുകൾ ഇതിൻ്റെ കറൻ്റ്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതാണ്. അല്ല, ക്ലാസ് തരാൻ നിങ്ങൾക്ക് ഒരു ഹോപ്പ് നമ്മൾ തരാറില്ല. ആൻഡ് ഇതിൻ്റെ ബെസ്റ്റ് ക്ലാസ്സുകൾ, ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ക്ലാസ്സുകൾ എവിടെയാണ് കിട്ടാമെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് ആ അക്കാഡമി ഏതാണെന്ന് സജസ്റ്റ് ചെയ്യാം. ഫുൾ 100% ജെന്യുവൻ ആയിരിക്കും. വേണമെന്നുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്താൽ മതി. കാരണം ഞാൻ വർക്ക് ചെയ്ത് വരണ്ടേ. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് കോഴ്സ് ഓൺലൈൻ ഏതാണെന്നുള്ളത് മാക്സിമം ഓൺലൈനിൽ ഇരുന്ന് പഠിച്ചാൽ മതി. ഇതൊക്കെ കേട്ടോ, നോക്കുക നിങ്ങൾ കേട്ടോ. ഇനി ഈ വർഷത്തെ നോക്കിക്കോടാ, ജനറൽ ഇന്റലിജൻസ് റീസണിങ് 50 ചോദ്യങ്ങൾ, 50 മാർക്ക്, 30 മിനിറ്റ്. അവിടെയാണ് ആ വേരിയേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 30 മിനിറ്റേ ഉള്ളൂ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന്. ഓക്കെ, ലാംഗ്വേജ് ഉണ്ടാവുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
0.25 വെച്ച് ഒരു തെറ്റുത്തരത്തിന് കുറയുകയും ചെയ്യും. ആൻഡ് ജനറൽ നോളജ് ആൻഡ് അവയർനെസ്സിന് വരുന്നത് ഇതേ പാറ്റേൺ തന്നെ 50, 50, 30. ഓക്കെ, ഇതിലുണ്ടാവും. ബാക്കിയൊക്കെ സെയിം തന്നെ. ക്വാണ്ടിറ്റേറ്റീവിന് അത് തന്നെ 50 ഉണ്ടാവും, 50 ഉണ്ടാവും, 30 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ക്വാണ്ടാണ് നമുക്കിവിടെ മാത്സ് എന്നറിയാം. മാത്സിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാക്സിമം പഠിക്കണം. ആ ഒരു 30 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കണം ഈ 50 ചോദ്യങ്ങൾ കേട്ടോ. ഇനി അടുത്തത് ഇംഗ്ലീഷ് 2 ആദ്യം ഇതും ഉണ്ടാവും. ഇനി ഇംഗ്ലീഷിനായിട്ട് വേറെ ഒന്നുണ്ടാവും. അവിടെയും നമുക്ക് ഈ 30 മിനിറ്റ്സ് കട്ട് വരുന്നുണ്ട്. ഇംഗ്ലീഷ് കോംപ്രഹെൻഷന് 50 മിനിറ്റ് ഉണ്ടാവും. മാക്സിമം മാർക്ക് 50, 30 മിനിറ്റ് ഉണ്ടാവുള്ളൂ. 50 ചോദ്യങ്ങൾ, 50 മാർക്ക്, 30 മിനിറ്റ് ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ടോട്ടൽ പേപ്പർ 1ന് 200 മാർക്കിന് 200 ക്വസ്റ്റ്യൻസ് 2 അവർ 30 മിനിറ്റ് വെച്ച് 4 സബ്ജക്റ്റിന് 2 തിരിച്ചു. ഓക്കെ, അപ്പോൾ 30 അങ്ങനെ 2 മണിക്കൂറായി 50 മാർക്ക് വെച്ചിട്ട് ഓരോ 30 മിനിറ്റിലും നമുക്ക് നേടണം. കണ്ടോ, ഇത് ഒരു റിസ്കി എലമെന്റ് ആണ്. ഇവിടെയാണ് നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുന്ന ആ സ്ട്രാറ്റജി അങ്ങ് മാറ്റേണ്ടത് കേട്ടോ. ഇനി പേപ്പർ 2ൽ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് 200 മാർക്കിന് 200 ചോദ്യങ്ങൾ ഉണ്ടാവും. 2 അവറാണ് ഉണ്ടാവുക. ഇംഗ്ലീഷ് ഓൺലി ആണ്. ഓക്കെ, 0.05 മാർക്കിന് പേപ്പർ 2ൽ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. മാർക്സ് വിൽ ബി നോർമലൈസ്ഡ് ഇഫ് എക്സാം മൾട്ടിപ്പിൾ ഷിഫ്റ്റിലാണെങ്കിൽ മാർക്ക് നോർമലൈസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു ഇതിൽ നിങ്ങൾക്ക് എന്താണ് 50 ഉറുപ്പിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നാണ് ആൻസർ കീസ് എല്ലാം കിട്ടുന്നതാണ്ടോ. NC ബോണസ് മാർക്ക് ഫോർ NCC സർട്ടിഫിക്കറ്റ്സ്. സിക്ക് 10 മാർക്ക്, ബിക്ക് 6 മാർക്ക്, എക്ക് 4 മാർക്ക് പെർ പേപ്പറിന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ NCC സർട്ടിഫിക്കറ്റ് ഞാൻ പറയുന്നതാണ്. കോളേജിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ NCC ഉള്ള കോളേജുകൾ മാക്സിമം നിങ്ങൾ ഓപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ റീസൺ ഇതാണ് കേട്ടോ. ഇനി അടുത്തത് നോ റിവാലുവേഷൻ ഓർ റീചെക്കിംഗ് അലൗഡ് ആണ്. ഓക്കെ, ഇനി ദ മെയിൻ ചേഞ്ചസ് ഇതാണ് ഈ ഒരു ഇതിന്റെ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഏരിയ. SSC, അതെ, ഡൽഹി പോലീസ്, അതേപോലെ തന്നെ ആർമഡ് ഫോഴ്സസിന്റെ SI പോസ്റ്റിലേക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളതെന്നാണ്. കഴിഞ്ഞ വർഷത്തെ എക്സാമിനെ അപേക്ഷിച്ച് ഈ വർഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നാണ് നമ്മൾ പറയാൻ പോണത്. എന്തൊക്കെ മാറ്റങ്ങളാണ്? ഫസ്റ്റ് പേപ്പർ 1നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. ജനറൽ ഇന്റലിജൻസ്, റീസണിങ്, ജനറൽ നോളജ് ആൻഡ് അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് കോംപ്രഹെൻഷൻ. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ അങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. 4നും എന്താണ് 50 മാർക്ക് വെച്ചിട്ട് 200 മാർക്കിനാണ് എക്സാം നടക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്. ഇപ്പോ ആദ്യം ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 50 മാർക്ക് 30 മിനിറ്റ് കിട്ടുള്ളൂ. 30 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഓട്ടോ സേവ് ആവുന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത സെക്ഷൻ താനേ വരും. ഓക്കെ, ഇത് വളരെ മെമ്മറൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. ഈ കാര്യം നിങ്ങൾ മെമ്മറി ചെയ്ത് പോകരുത്. ഇങ്ങനെ വേണം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ. ഓരോന്നിനും 30 മിനിറ്റിന്റെ കട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്കാണെങ്കിൽ ഓൺലൈനിൽ നമ്മളെ യുബോട്സ് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇപ്പൊ കുറച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആപ്പിൽ. ഒരാഴ്ചയും കൊണ്ട് നമ്മളെ ആപ്പ് എന്താണ് ലൈവ് ആവുന്നതായിരിക്കും. അപ്പൊ അവിടെ കയറി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇനി ഈച്ച് സെക്ഷൻ ആസ് 30 minutes. Total duration remains 2 hours. That means 120 minutes. Marks will be normalized if exams are held. നേരത്തെ പറഞ്ഞു. Negative marks 0.25. Bonus marks for NCC. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Syllabus and structure mostly remain the same with slightly updates. ചെറിയ മാറ്റങ്ങൾ വന്നിട്ടാണെങ്കിലും നിങ്ങളുടെ സിലബസിൽ വളരെ നേരിയ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. Section timing and explanation. The exam starts with the section 1, general intelligence and reasoning. After 30 minutes, the section automatically ends. The candidates move to section 2. അതായത് 30 minutes കഴിയുമ്പോൾ അത് കട്ടായിട്ട് സെക്ഷൻ 2ലേക്ക് ഓട്ടോമാറ്റിക്കലി മൂവ് ആവുന്നതായിരിക്കും. And the continuous sequentially through all 4 sections with the auto submission at the end of each 30 minute slot. ഓരോ 30 കഴിയുമ്പോഴും സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ പോകുന്നതായിരിക്കും കേട്ടോ. The new sectional timing, candidates cannot revisit previous sections once the time section is over. നിങ്ങൾക്ക് പഴയ സെക്ഷനിലേക്ക് പോയിട്ട് റീവിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഈ 30 മിനിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റിന് 30 സെക്കൻഡ്സ് എടുത്തിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 30 മിനിറ്റ്സിന് മുമ്പ് ഇത്രയും 50 ചോദ്യങ്ങൾ കവർ ചെയ്യാനും അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റിന് 5 മുതൽ 10 സെക്കൻഡ് വരെ ഒന്ന് റീചെക്ക് ചെയ്യാനും ടൈം കിട്ടും. 30 സെക്കൻഡ്സിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീചെക്കിനുള്ള ടൈം കിട്ടത്തില്ല എന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കിക്കോളൂ. ആദ്യം നിങ്ങൾ അറിയുന്ന ആൻസേഴ്സ് മാത്രം ചെയ്തു പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല. ആദ്യം അറിയുന്ന ക്വസ്റ്റ്യൻസിലാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഈ 30 മിനിറ്റ്സിന്റെ ഷിഫ്റ്റിലേക്ക് കേട്ടോ. ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് പിന്നെ ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. The new sectional timing helps manage time better and focus candidates on each section distinctly rather than end paper events. ഇതൊക്കെ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടർ ചേഞ്ചിങ്ങിൽ വന്ന ഇഷ്യൂസ് ആണ് മക്കളെ. ഇതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല കേട്ടോ.
ഇനി NCC ബോണസ് മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. C സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർക്ക് ഏകദേശം 10 മാർക്ക്, അതായത് പെർസെൻറ്റേജ് ഓഫ് മാക്സിമം മാർക്കിന്റെ 5% അവിടെ ആഡ് ഓൺ ചെയ്ത് കിട്ടുന്നത്. ഇനി NCCയുടെ B സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 6 മാർക്ക് 3%, 4 മാർക്ക് 2% കിട്ടും A സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കേട്ടോ. ദിസ് ബോണസ് മാർക്ക് വിൽ ബി ആഡഡ് ടു നോർമലൈസ്ഡ് കോഴ്സ് ഓഫ് NCC സർട്ടിഫിക്കറ്റ്സ് വിത്ത് ഓൾഡേഴ്സ് ബോത്ത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2ലും പേപ്പർ 1ലും ഇത് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റും സിലബസും നോക്കാം. പേപ്പർ 1ൽ നിങ്ങളുള്ള ജനറൽ ഇന്റലിജൻസ് റീസണിംഗിൽ വെർബൽ ആൻഡ് നോൺ വെർബലിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ദാറ്റ് മീൻസ് അനലോഗീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, സീരീസ്, വെൻ ഡയഗ്രം, സ്പേഷ്യൽ ഓറിയന്റേഷൻ, ലോജിക്കൽ റീസണിംഗ്, ഇമോഷണൽ ഓർ സോഷ്യൽ ഇന്റലിജൻസ്, ഇതൊക്കെയാണ് അവിടെ GK ആൻഡ് GS വരുന്നത്. GAയിൽ വരുന്നത് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, ഇന്ത്യ ആൻഡ് നെയ്ബേഴ്സ് ഉണ്ടാവും, ഹിസ്റ്ററി, ജോഗ്രഫി, കൾച്ചർ, എക്കണോമി, പൊളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ്. സയൻസിൽ നമുക്കറിയാം സ്ഥിരം കണ്ടന്റ് തന്നെയാണ് വരിക, വേറെ ഒന്നുമില്ല. ലൂസൺ GKന്റെ പുസ്തകങ്ങളൊക്കെ വെച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഇനി അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്പർ ഓപ്പറേഷൻസ്, പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ, അൽജിബ്ര, ജോമെട്രി, മെൻസുറേഷൻ, ട്രിഗ്നോമെട്രി, ഗ്രാഫ്സ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ചാർട്ട്സ്, ഡയഗ്രാം ഒക്കെ വരുന്ന സംഭവമല്ലേ അത്. ഇനി ഇംഗ്ലീഷ് കോംപ്രഹെൻഷനിൽ ബേസിക് കോംപ്രഹെൻഷൻ, ഗ്രാമർ, വൊക്കാബുലറി, റൈറ്റിംഗ് എബിലിറ്റി. പേപ്പർ 2ൽ വരുന്നത്, അതായത് ഇംഗ്ലീഷ് അവിടെ വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രാമറും റൈറ്റിംഗ് എബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡിൽ ഇംഗ്ലീഷ് വീണ്ടും സെപ്പറേറ്റ്ലി പോവാണ്. എറർ ഡിറ്റക്ഷൻ, ഗ്രാമർ, വൊക്കാബുലറി, സെന്റൻസ് സ്ട്രക്ചേഴ്സ്, ഇഡിയംസ്, സ്പെല്ലിംഗ്സ്, കോംപ്രഹെൻഷൻ, സെന്റൻസ് കംപ്ലീഷൻ ആൻഡ് ദ സെക്ഷണൽ ടൈമിംഗ് ഈസ് ഓൾസോ ദ. അവിടെയും എന്തുണ്ട്? സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ഇംഗ്ലീഷിനും 30 മിനിറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ആ പേപ്പർ കട്ടാവും. ഇംഗ്ലീഷിനും അതുണ്ട്. ഇത് ചുരുക്കം ഓരോന്നും ഓരോ പേപ്പറാക്കി വെച്ചേക്കാണ് മക്കളെ, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ വരുന്ന നോക്കിക്കോളൂ. ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇൻക്ലൂഡ്സ് വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ് ക്വസ്റ്റ്യൻസ്, ടോപ്പിക്സ്, അനലോഗീസ്, നമ്മൾ പറഞ്ഞ വെൻ ഡയഗ്രാംസ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവും, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാവും, ഫിഗർ സീരീസ്, ഡീകോഡിംഗ്, arithmetic and figure series ഉണ്ടാവും. ജനറൽ നോളജിൽ ടെസ്റ്റ് അവയർനെസ് ഓഫ് കറന്റ് ഇവന്റ്സ് ആൻഡ് എവറിഡേ സയന്റിഫിക് ഒബ്സർവേഷൻസ്. ഓക്കെ, എവറിഡേ സയന്റിഫിക് ഒബ്സർവേഷൻസ്, അതായത് സയൻസിൽ നടന്ന പുതിയ വന്ന മാറ്റങ്ങളും അതേപോലെ നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാർ ഈ അടുത്തുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. അത് നമുക്ക് വീക്കിലി നമ്മളൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞങ്ങൾ തരാം കേട്ടോ. അതേപോലെ തന്നെ കവേഴ്സ് ഇന്ത്യൻ നെയ്ബർ ആൻഡ് ഫോക്കസിങ് ഹിസ്റ്ററി, കൾച്ചർ, ജോഗ്രഫി, അതുപോലെ തന്നെ എക്കണോമി, പൊളിറ്റിക്കൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സയന്റിഫിക് റിസർച്ച് എന്ന് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ അതേ സാധനം. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, ടോപ്പിക് whole numbers, decimals, fractions, percentages, ratio and proportion, average profit, interest, time and distance, algebra, geometry, trigonometry തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ആസസ് റീഡിംഗ് കോംപ്രഹെൻഷൻസ്, ബേസിക് ഗ്രാമറും റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഇംഗ്ലീഷ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇംഗ്ലീഷിന്റെ കോംപ്രഹെൻഷൻ സിലബസ് നോക്കാം. പേപ്പർ 1ൽ ബേസിക് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, അണ്ടർസ്റ്റാൻഡിംഗ് കറക്റ്റ് ഇംഗ്ലീഷ്, ബേസിക് ഗ്രാമറും വൊക്കാബുലറി ഒക്കെ ആണെങ്കിൽ പേപ്പർ 2 എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മെയിൻലി വരുന്നത് അഡ്വാൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ഫോർ ഫസ്റ്റ് 4 പാർട്സ് വിത്ത് 30 minutes സെക്ഷണൽ ടൈമിങ്സ്. അതിന്റെ ടൈം നോക്കിക്കോളൂ. എറർ റെക്കഗ്നിഷൻ ഉണ്ടാവും, സ്പോട്ടിംഗ് ആൻഡ് കറക്റ്റിംഗ് ഓഫ് ഗ്രാമറ്റിക്കൽ എറേഴ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, യൂസിംഗ് വെർബ്, പ്രിപ്പോസിഷൻ, ആർട്ടിക്കിൾസ്, വൊക്കാബുലറി ഉണ്ടാവും, സിനോണിംസ്, ആനോണിംസ്, സ്പെല്ലിംഗ് ഉണ്ടാവും, ഗ്രാമർ, സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാവും, ടെൻസ്, വോയിസ് സ്പീച്ച്, ടെൻസ്, പാസ്റ്റ്, അതേപോലെ പ്രസന്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് പോവാം. ഇനി സെന്റൻസ് കംപ്ലീഷൻ ഉണ്ടാവും, കംപ്ലീറ്റിംഗ് സെന്റൻസ് മീനിങ്ഫുള്ളി, ഫ്രേസസ് ആൻഡ് ഇഡിയംസ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ യൂസേജ്, കോംപ്രഹെൻഷൻ, റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ പാസേജസ്. ഇത്രയാണ് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ വരാനുള്ളത് മക്കളെ. ഇനി 30 minutes കട്ട് അവിടെ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. 30 minutes കൊണ്ട് ഇനി ഐ തിങ്ക് ഇനി വരുന്ന എക്സാംസിലൊക്കെ ഇതുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് നമ്മൾ യൂസ്ഡ് ആയേ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ വന്നൊരു സാധനത്തിനെ പറ്റി ആഹ്ലാദപ്പെടുന്ന ഒരു കാര്യമില്ല, വന്നതിന് നമ്മൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കോൺഫിഡന്റ് ആയിരിക്കാം കേട്ടോ. പിന്നെ കഷ്ടപ്പെടുന്നവനെ ഈ ജീവിതത്തിൽ വിജയിച്ച ചരിത്രമുള്ള മക്കളെ, ആര് കഷ്ടപ്പെട്ടോ അവരൊക്കെ വിജയിച്ചിട്ടുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇന്നേക്ക് വേണ്ടി കഷ്ടപ്പെടുക, നാളെ നമ്മൾ വിജയിച്ചിരിക്കും, ഷുവറാണ്. ഓക്കെ, ചില പരാജയങ്ങൾ നമ്മൾ നേരിടാൻ തയ്യാറായേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഡിഗ്രി ഒക്കെ, ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞ സമയത്തും ഇതേപോലത്തെ പല കോൺസിക്വൻസും ഫേസ് ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കും പറ്റും. ഓക്കെ, ഇവിടെ നോക്കണം. സെന്റൻസ് കംപ്ലീഷൻ, ഫ്രേസസ്, ഇഡിയംസ് ആൻഡ് കോംപ്രഹെൻഷൻസ്, അതേപോലെ വൊക്കാബുലറി വേറെ തന്നെയാണ്. ദീസ് 4 parts കവർ ടു ദ കോംപ്രഹെൻസീവ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ്. ഇതാണ് മെയിൻ ഏരിയ എന്നാണ് പറയുന്നത്. ഇനി ഹൈറ്റ് ആൻഡ് ചെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിനും അതുണ്ട്. മെയിൽസിന് 170 ആണ് ചോദിക്കുന്നതെങ്കിൽ ചെസ്റ്റ് 80ഉം 85ഉമാണ്. 5 cm എക്സ്പാൻഷൻ ഉണ്ടാവണം കേട്ടോ. അതേപോലെ തന്നെ മെയിൽസ് ഹിൽ ഏജ് ആണെങ്കിൽ, നമുക്കില്ല, കേരളമില്ല, അതുകൊണ്ട് നമ്മൾ നോക്കണ്ട. മെയിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണെങ്കിൽ 162 ആണ് ഹൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ
165 ഹൈറ്റ് വരുന്നത്. ഓക്കെ, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണെങ്കിൽ 162 ഹൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ ചെസ്റ്റ് 77 വരുന്നത്. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 82, 77 പ്ലസ് 5 കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഫീമെയിൽ ആണെങ്കിൽ ജനറൽ കാറ്റഗറി 157 ഹൈറ്റ് വേണ്ടത്. ചെസ്റ്റ് ഒന്നും റിക്വയർഡ് അല്ല കേട്ടോ. ഫീമെയിൽ ഹില്ലേരിയ, ഫീമെയിൽ ഷെഡ്യൂൾ ട്രൈബ്സ് ആണെങ്കിൽ 154 മതി. രണ്ടും ആവശ്യമില്ല, ചെസ്റ്റ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഹൈറ്റ് ചെസ്റ്റ് ഡോമിൻ CAPF ആണെങ്കിലും മെയിലിന് 170 വരുന്നത്. അതേപോലെ തന്നെ ചെസ്റ്റ് 80, 85 തന്നെയാണ് വരുന്നത്. മറ്റത് ഡൽഹി പോലീസിനെയാണ് പറഞ്ഞത്, ഇത് CAPF കേട്ടോ. അവിടെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണെങ്കിൽ 162 മതി ആൺകുട്ടികൾക്ക്, 77, 82. നേരത്തെ പറഞ്ഞാൽ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും ഞാൻ രണ്ടായിട്ട് വരുന്നോണ്ട് തന്നാണ് കേട്ടോ. ഫീമെയിൽ ജനറലിന് 157, അതേപോലെ തന്നെ ഫീമെയിൽ ട്രൈബ്സിന് 154 കേട്ടോ. ഇവിടെ മാറ്റമൊന്നുമില്ല. വെയിറ്റ് മാക്സിമം നിങ്ങൾ 50 കിലോ പ്ലസ് പിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. 50 കിലോന്റെ മേലെ മിനിമം വെയിറ്റ് നിങ്ങൾ പിടിച്ചേ പറ്റുള്ളൂ മക്കളെ. ആൻഡ് അടുത്തത് 100 മീറ്ററിന്റെ റേസ് ഉണ്ടാവും. കംപ്ലീറ്റ് ഇൻ 16 സെക്കൻഡ് ആണ് ഇവിടെ വരുന്നത്. ഫീമെയിൽ ആണെങ്കിൽ 18 സെക്കൻഡോട് കംപ്ലീറ്റ് ചെയ്യണം. ലോങ് റേസ് ഉണ്ടാവും, അതൊരു സ്റ്റാർട്ടിംഗ് റേസ് ആണ്. 100 മീറ്ററിന്റെ ഓടിച്ചിട്ട് തുടങ്ങും. അവിടുന്ന് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ലോങ് റേസ് ഉണ്ടാവും. 1.6 കിലോമീറ്റർ. ഇതൊക്കെ ക്വാളിഫൈ അദ്ദേഹം പറയാം. 1.6 കിലോമീറ്റർ 6.5 മിനിറ്റ് കൊണ്ട്. ഓക്കെ, അത് നമ്മുടെ ആർമിയുടെ സെയിം, ഇന്ത്യൻ ആർമിയുടെ ഓടുന്ന സെയിം ഇതാണ് വരുന്നത്. 1.6 കിലോമീറ്റർ 6.5 മിനിറ്റ് കൊണ്ട്. 800 മീറ്റർ 4 മിനിറ്റ്സ് ആണ് പെൺകുട്ടിയൊക്കെ വരുന്നത്. ലോങ് ജമ്പ് മിനിമം 3.65 മീറ്റേഴ്സ് ആണ് വരുന്നത്. 3 അറ്റംപ്റ്റ് വരും. പെൺകുട്ടികൾക്ക് 2.7 മീറ്റേഴ്സ് 3 അറ്റംപ്റ്റ് വരും. ഹൈ ജമ്പ് മിനിമം 1.2 മീറ്റർ ആണ് വരുന്നത്. 3 അറ്റംപ്റ്റ് വരും. ഇവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 0.9 മീറ്റേഴ്സ് ആണ് വരുന്നത്. 3 അറ്റംപ്റ്റ് വരും. അതേപോലെ തന്നെ ഷോർട്ട് പുട്ട് 16 LBS വരുന്നത്. 4.5 മീറ്റർ ദൂരത്തേക്ക് എറിയണം. പെൺകുട്ടിക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. ഇനി നോ മിനിമം ചെസ്റ്റ് മെഷർമെന്റ് റിക്വയർഡ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. അപ്പീൽ കാൻഡിഡേറ്റ്സ് ഫെയിലിംഗ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ക്യാൻ അപ്പീൽ വൺസ് ഫൈനൽ ഡിസിഷൻ ഈസ് ബൈൻഡിങ്. ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടില്ല, അത്രേ ഉള്ളൂ. എക്സ് സർവീസ്മാൻ പിന്നെ PA or PhD ക്വാളിഫൈ നേച്ചർ, നോ മാർക്സ് അവാർഡഡ്. ഇതൊക്കെ നിങ്ങൾ ഓടി കയറിയാൽ മാത്രം മതി, മാർക്കൊന്നുമില്ല. നിങ്ങളുടെ മാർക്ക് എപ്പോഴും CBTനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പാസ്സാവോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ചുരുക്കം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പ്രഗ്നൻസി ഡിക്ലറേഷൻ, പ്രഗ്നന്റ് ആയ കുട്ടികൾക്കാണ്, അത് കാര്യമൊന്നുമില്ല. ഇനി മെഡിക്കൽ എക്സാമിനേഷൻ നോക്കാം. കാൻഡിഡേറ്റ്സ് ഹു ക്വാളിഫൈ പേപ്പർ 2 വിൽ അണ്ടർഗോ മെഡിക്കൽ എക്സാമിനേഷൻ ബൈ മെഡിക്കൽ ഓഫീസേഴ്സ്, CAPFs or authorized government hospitals. Candidates found unfit can undergo review medical examination RME preferably the next day. Decision of pre-medical board is final with no appeals entertained. അതായത് റീമെഡിക്കൽ ടീം ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിനൊക്കെ പോകുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ വീണ്ടും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ പുതിയ വീഡിയോ വരും. ഐ അഷ്വർഡ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ കമന്റ് ബോക്സിൽ ഇന്ന വീഡിയോ വേണമെന്ന് ചോദിച്ചാൽ ആ വീഡിയോ വന്നിരിക്കും. ഇതെന്റെ ഉറപ്പാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഏത് ഇതിനെ പറിച്ചോ, ഇതിന്റെ ഫിസിക്കലിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണോ, പ്ലാൻ വേണോ തരാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ ചോദിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതും കുറയുന്നത്. ഓക്കെ, എൻ്റെ പിള്ളേരോട് ഞാൻ പറയുന്ന കാര്യമുള്ളൂ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അത് എന്തിനാണെങ്കിലും ശരി. കുഞ്ഞ് കരഞ്ഞാലേ കുഞ്ഞിന് വിശക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴേ കുഞ്ഞിന് വിശക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുള്ളൂ എന്ന് ഓർക്കണം. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ടൈം നമുക്ക് കുറേ ഡിലേ ചെയ്യാം. ഐസെറ്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ മിനിമം നിയർ വിഷൻ N6, അതായത് N9 വേഴ്സ് ഐ ആണ് വിത്തൗട്ട് കറക്ഷൻ. 6/6 ബെറ്റർ ആയും 6/9 വേഴ്സ് ഐ ആയിട്ടാണ് വിത്തൗട്ട് ഗ്ലാസസ് ഓർ സർജറി ആണ്. ഞാൻ പറയുന്നുണ്ട്, ചെറിയ ബ്ലർനെസ് ഒന്നാണെങ്കിൽ നിങ്ങൾ പോയി ലാസിക് ചെയ്യരുത്, ലേസർ സർജറി ഒന്നും ചെയ്യാൻ നിൽക്കരുതെന്ന് ചുരുക്കം. ഓക്കെ, പിന്നെ ബി ഫ്രം നോക്നീസ് ഫ്രീ. നോക്നീസ് ഉണ്ടാവാൻ പാടില്ല. ഫ്ലാറ്റ് ഫീറ്റ്, കാലിങ്ങനെ പരന്നതാവാൻ പാടില്ല. നമുക്കൊരു കേർവ് ഇല്ല, അത് അവിടെ വരണം. അത് വെരിക്കോസ് വെയിൻ ഉണ്ടാവാൻ പാടില്ല. ആൻഡ് സ്കിൻഡ്, അതായത് കോങ്കണ്ടൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ചുരുക്കം. ഷുഡ് ബി ഇൻ ഗുഡ് മെന്റൽ ആൻഡ് ബോഡിലി ഹെൽത്ത് വിത്തൗട്ട് എനി ഡിഫക്ട് ദാറ്റ് അഫക്ട് ഡ്യൂട്ടി പെർഫോമൻസസ്. അതായത് നിങ്ങൾ മെന്റലി, ഫിസിക്കലി, മെന്റലി അതും കൂടി നിങ്ങൾ ഓർത്തോക്കണം. നിങ്ങൾ മെന്റലി അൺസ്റ്റേബിൾ ആവുന്ന ഒരു പരിപാടിക്കും പോകരുത്. ഓക്കെ, ഇപ്പോഴത്തെ കുട്ടികളുടെ മെയിൻ മെന്റലി ബ്രേക്കപ്പ്, ഈ മെന്റലി ബ്രേക്ക് ഡൗൺ ആവുന്നത് ഈ ബ്രേക്കപ്പ് ഒക്കെ, ലവ് അഫെയറിന്റെ ബ്രേക്കപ്പ് ഒക്കെ കാരണം കുറേ പേര് മെന്റലി അൺസ്റ്റേബിൾ ആവുന്നുണ്ട്. അങ്ങനെ ബ്രേക്കപ്പ് ഫേസ് ചെയ്യുന്ന ഒരു കുട്ടീനോട് ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങൾ നിങ്ങളെ ഫോണിൽ നിന്ന് മാറിയിരിക്കുക, ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിലൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ പേടിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് തേച്ചിട്ട് പോയ, തേപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് യൂസ് ചെയ്യാൻ പാടില്ല, എൻ്റെ മിസ്റ്റേക്കാണ്. നിങ്ങൾ ബ്രേക്കപ്പ് ആയി പോയ പാർട്ട്ണറിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കൺസേൺ ഉണ്ടാവില്ല. കാരണം നമുക്ക് സമയം കിട്ടൂല. നമ്മളെ കൺസെപ്റ്റ് എവിടെയായിരിക്കും, എവിടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ബ്രേക്കപ്പ് കിട്ടിയ ആമ്പിള്ളേരുണ്ടെങ്കിൽ ഏട്ടം വലം നോക്കണ്ട, ഇതിലേക്ക് ഇറങ്ങിക്കോ. ആർമി ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓഫീസ് ജോബിലേക്ക് ഇറങ്ങിക്കോ. ഓഫീസ് അല്ല, ഡിഫൻസ് ജോബിലേക്ക് ഇറങ്ങിക്കോ. ഇനി SSC CPOന്റെ 2025 പോസ്റ്റ് പ്രിഫറൻസ് വരുന്നത് നോക്കിക്കോളൂ.
ഓരോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഓരോ കോഡുകൾ അവിടെ വേണം. ഓക്കെ, ABCD എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ കാൻഡിഡേറ്റ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് കോഡ് A ആണ്, പ്രിഫറൻസസ് ആണ് കേട്ടോ. ഇത് തന്നെ കിട്ടിക്കോണമെന്നില്ല. ഇനി സബ് ഇൻസ്പെക്ടർ ഇൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണെങ്കിൽ കോഡ് B ആണ്. ആൻഡ് സബ് ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണെങ്കിൽ കോഡ് C ആണ്. സബ് ഇൻസ്പെക്ടർ ഇൻ റിസർവ് പോലീസ് ഫോഴ്സ് ആണെങ്കിൽ സെൻട്രൽ നമ്മളെ CRPF കോഡ് D ആണ്. ITBP ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണെങ്കിൽ കോഡ് E ആണ്. സബ് ഇൻസ്പെക്ടർ ഇൻ ശാസ്ത്ര സീമ ബൽ അതിലേക്കാണെങ്കിൽ SSB ആണെങ്കിൽ കോഡ് F ആണ്. പ്രോസസ് കാൻഡിഡേറ്റ് വിൽ give their preference either online SSC website through their physical option from PET, PST, DME, RME, DVE stages. Okay, document verification, re-medical, അതേപോലെ ഡയറക്ട് മെഡിക്കൽ എൻഡ്യൂറൻസ് ചെക്കിംഗ് ഒക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിഫറൻസ് വൺ സബ്മിറ്റഡ് ആർ ഫൈനൽ ആൻഡ് ഇറിവേഴ്സിബിൾ. Important candidates who do not specify preferences within the given time will not be considered for any post in the finalist. Preferences കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു പോസ്റ്റിലേക്ക് എടുത്തിടത്തില്ല എന്ന് ചുരുക്കം, നിങ്ങൾ തള്ളിക്കളയും. ആൻഡ് ഇവിടെ മോഡ് ഓഫ് സെലക്ഷൻ ഷോർട്ട് ഫോം ആയിട്ട് ഞാൻ പറഞ്ഞാണ്. എങ്ങനെയാണ് നിങ്ങളെ മോഡ് ഓഫ് സെലക്ഷൻ എന്നാണ് പറയുന്നത്. ആദ്യം നിങ്ങൾ പേപ്പർ 1 ക്വാളിഫൈ ചെയ്യണം. പിന്നെ മിനിമം ക്വാളിഫൈ അൺറിസർവ്ഡ് 30%, EWS 25%, അതേഴ്സ് 20% ആണ്. ഞാൻ പറയുകയാണെങ്കിൽ 200 മാർക്കിന്റെ ഫസ്റ്റ് പേപ്പറിൽ ഒരു 150 പോട്ടെ 100 പ്ലസ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റണം മക്കളെ. മിനിമം 100 പ്ലസ് വാങ്ങാൻ പറ്റണം. ഈ 25%, 30% എന്നല്ല, ഞാൻ പറയുകയാണെങ്കിൽ മര്യാദയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 150 ഒക്കെ സുഖമായിട്ട് വാങ്ങാൻ പറ്റും. സീരിയസ്ലി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് അപ്പിയർ ഫോർ ഫിസിക്കൽ ടെസ്റ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ ഉള്ളതിന്റെ ഇരട്ടി ഒരു 10 ഇരട്ടിയൊക്കെ ആയിരിക്കും ഫിസിക്കലിന് വരിക. അതായത് CBTന്റെ മൊത്തം വേക്കൻസിന്റെ 10 ഇരട്ടി CBTയിലേക്ക് പാസ്സാക്കി വിടും. ഓക്കെ, ഇനി PST ആൻഡ് PET ക്വാളിഫൈങ് കാൻഡിഡേറ്റ്സ് ഫോർ അപ്പിയർ ഫോർ പേപ്പർ 2. ഓക്കെ, ഇവിടെ ഇത് രണ്ടിനും പാസ്, PSTക്കും PETക്കും പാസ്സായി കഴിഞ്ഞാൽ പേപ്പർ 2ലേക്ക് നിങ്ങൾ പോകും. ബേസ്ഡ് ഓൺ പേപ്പർ 1 and 2 പെർഫോമൻസ് പ്ലസ് NCC ബോണസ് കാൻഡിഡേറ്റ്സ് അപ്പിയർ ഫോർ മെഡിക്കൽ എക്സാം. DMEക്കും RMEക്കും ചെക്ക് ചെയ്യും. ഇനി ഫൈനൽ സെലക്ഷൻ ബേസ്ഡ് ഓൺ എക്സാം സ്കോർ, NCC ബോണസ് ആൻഡ് പോസ്റ്റ് പ്രിഫറൻസ്. നോ ചേഞ്ചസ് അലൗഡ് ആഫ്റ്റർ അലോട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സ് ഗിവൻ റിലാക്സേഷൻ ആൻഡ് കൺസിഡർ സെപ്പറേറ്റ്ലി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരിക. അണ്ടർഗോ 2 വർഷത്തെ പ്രൊബേഷൻ വിത്ത് ട്രെയിനിങ് ഉണ്ടാവും. ഓൾ ഇന്ത്യ സർവീസ് ലയബിലിറ്റി അപ്ലൈസ് ഫോർ എക്സെപ്റ്റ് ഡൽഹി പോലീസ് SI അല്ലെങ്കിൽ ഇന്ത്യന്റെ ഏത് മേഖലയിൽ കൊണ്ടിട്ടിട്ടും അവിടെ SI ആണെങ്കിൽ ഡൽഹി പോലീസ് ആണെങ്കിൽ ഡൽഹിയിൽ മാത്രം. ഓക്കെ, സ്റ്റഡി എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നാണ്. അണ്ടർസ്റ്റാൻഡ് എക്സാം. ഇവിടെയാണ് യുവോർഡ്സിന്റെ പ്രിഫറൻസ്, എന്റെ പ്രിഫറൻസ് വരുന്നത്. എങ്ങനെ പഠിക്കണം ഇത് ഞാൻ തന്നെ തയ്യാറാക്കുന്നതാണ്. നിങ്ങൾ പേപ്പർ 1ന്റെ ജനറൽ ഇന്റലിജൻസ് റീസണിങ്ങും ജനറൽ നോളജ് ആൻഡ് അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, പേപ്പർ 2 ലാംഗ്വേജിലെല്ലാം നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്യണം. ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം മക്കളെ. വിത്തൗട്ട് എ പ്ലാൻ ഒന്നും നടക്കില്ല. ഒരു പ്ലാൻ പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണ്ട, നിർത്തിക്കോ മക്കളെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആദ്യം നടന്നില്ലേ എന്നല്ല, പ്ലാൻ വേണം. പ്ലാൻ ഇട്ട് ദിവസം വെട്ടിക്കോ, കുഴപ്പമില്ല. പ്ലാന് വേണം. പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടിക്ക് പ്ലാന് വേണം, നിർബന്ധമാണ്. allocate more time to weaker subjects, balance all sections and create a daily schedule. നിങ്ങൾ ദിവസം ഇരുന്ന് മണിക്കൂറുകളോളം പഠിക്കണം. ഡെയിലി 3 hours പ്രോപ്പറായിട്ട് ഡെയിലി. മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും എപ്പോഴാണെങ്കിലും ശരി 3 മണിക്കൂർ ഒരു ദിവസം ഡെഡിക്കേറ്റ് ആക്കി വെക്ക്. ഒരു സബ്ജക്ട്, ഏറ്റവും വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റിന് മോസ്റ്റ് പ്രിഫറൻസസ് കൊടുക്കുക. നിങ്ങൾ പാസ്സായിരിക്കും. Okay, and practice previous year papers and mock test helps understand the question pattern and improves time management. Focus on current affairs. Regularly update on national and international news for general knowledge. അത് ഞാൻ വീക്ക്ലി വീഡിയോസ് ഇത്രയും നാളെ നമ്മൾ ഡെയിലി കണ്ടന്റുകൾ കൊടുത്തിരുന്നു. കുട്ടികൾ തന്നെയാണ് പറഞ്ഞത് നമുക്ക് വീക്ക്ലി വീഡിയോസ് മതിയത്. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു പ്ലാനിലാണ്. ആൻഡ് വെയിറ്റ് ഫോർ ഇറ്റ്, നമ്മൾ മാക്സിമം ചെയ്യാം. വർക്ക്സ് ഓൺ സ്പീഡ് ആൻഡ് അക്യുറസി സിൻസ് there is നെഗറ്റീവ് മാർക്കിംഗ് 0.25 ഫോർ റോങ് ആൻസറിന് 2.25 വെച്ച് കുറയും. പ്രാക്ടീസ് ടു മിനിമൈസ് എറേഴ്സ്. തെറ്റുകൾ വരുന്നത് മാക്സിമം കുറയ്ക്കണം. ഇംപ്രൂവ് ഇംഗ്ലീഷ് സ്കിൽസ്, കോൺസെൻട്രേറ്റ് ഓൺ വൊക്കാബുലറി, ഗ്രാമർ, കോംപ്രഹെൻഷൻ, റെസ്പോണ്ടിങ്. മറ്റേ ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജ് പഠിച്ചാലും ഏത് സബ്ജക്ട് എടുത്ത് പഠിച്ചാലും ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് ഒരു പുസ്തകം ഉണ്ട്, ഫൊണറ്റിക്സും കാര്യങ്ങളൊക്കെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് പ്രോപ്പറായിട്ട് പഠിക്കുക. ഞാനൊക്കെ രക്ഷപ്പെട്ടത് ആ ഒരു പുസ്തകം മര്യാദയ്ക്ക് എന്നെ പഠിപ്പിച്ച സാറുണ്ട്, സാറിനൊക്കെ പേര് മൂപ്പര്, അത് മര്യാദയ്ക്ക് ക്ലാസ് കയറ്റാതെ എടുത്ത് പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷിന് കുറച്ച് ഗ്രാമർ ഏരിയകൾ പ്രോപ്പറായി സെറ്റായി. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബുക്കുകൾ എടുത്ത് പഠിച്ചാലും അത് ഇംഗ്ലീഷിന്റെ ആ ഗ്രാമർ പാട്ടുകൾ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ആർക്കും അറിയില്ല. അന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് എന്തിനായി ഇംഗ്ലീഷ് ഫോണറ്റിക്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതെന്ന്. നമ്മളെ ഇംഗ്ലീഷ് ഡിഗ്രി കഴിയുന്നതോടുകൂടി ഒരു ഫെർദർ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എന്ത് ഫേസ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി എടുക്കുന്ന ഒരു ഇംഗ്ലീഷ് ബേസിക് സ്കില്ലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, യൂസ് സെക്ഷണൽ ടൈമിംഗ്. പേപ്പർ 1 has a new sectional time of 30 minutes
പെർ പാർട്ട് ഫോർ ബെറ്റർ ടൈം കൺട്രോൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ 30 മിനിറ്റ്സിനെ കട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാക്സിമം ഇംഗ്ലീഷ് സിനിമകൾ കാണുക, ലാംഗ്വേജസിലെ ഡ്രാമകൾ കാണുക. ഓക്കെ, മാക്സിമം ലവ് മൂവീസ് കണ്ടോ, അതായത് ഒരു ലവിന്റെ പ്രേമം കണ്ടന്റുള്ള കുറെ സിനിമകൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ സിനിമകൾ, പ്രേമമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അല്ലെങ്കിൽ കുറെ വാർ മൂവീസിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ്സ് കുറവ്, ഫുൾ ആക്ഷൻ ആയിരിക്കും. നിങ്ങൾ മാക്സിമം വിത്ത് സബ് ടൈറ്റിൽ കാണാൻ ശ്രമിക്കുക. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ടൈറ്റിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും, അതേപോലെ തന്നെ നിങ്ങൾ ആ വേർഡ്സ് കോൺസെൻട്രേറ്റ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ പോലെ ഇംഗ്ലീഷ് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് പുസ്തകങ്ങൾ വായിക്കുക. ഒരു ദിവസം ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ ഏതെങ്കിലും പുസ്തകം വായിക്കുക. മനസ്സിലാവേണ്ട വായിക്കുക, ഒരു അർത്ഥവും മനസ്സിലാവേണ്ട വായിക്കുക. എന്നിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊക്കെ ഇട്ട് നോക്കുക. ഈ എഫേർട്ട് എടുക്കണം, കുഞ്ഞു എഫേർട്സ് എടുത്താൽ മതി. ആദ്യം തന്നെ നമുക്ക് ഇന്ന് ഒരു ഹിമാലയം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് കയറിയ ചരിത്രമല്ല. നമുക്ക് 2-3 ദിവസം എടുത്തിട്ട്, അതേപോലെ 1, 2, 3, 4 മാസം എടുത്തിട്ട് നമുക്ക് ഈ പർവ്വതം കയറിയാൽ മതി. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ജോബ് കിട്ടണമെന്നാണ്. ബൈ.